മലയാള സിനിമാ ലോകത്തെ അടിയൊഴുക്കുകൾ വീണ്ടും ശാന്തമാകുന്നില്ല. താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ കടന്നുവരണമെന്നും പുരുഷാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും ചാനൽ ചർച്ചകളിൽ വന്ന് തൊണ്ട പൊട്ടി വാദിച്ച ഒരു പ്രമുഖ നടിയുണ്ട്, മാലാ പാർവതി. എന്നാൽ കൊച്ചിയിൽ നടന്ന ആ വാർത്താ സമ്മേളനത്തോട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച മാലാ പാർവതി സംഘടനയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു യുവനടനായ ധ്യാൻ ശ്രീനിവാസന്റെ പേരാണ്. എന്തുകൊണ്ടാണ് മാലാ പാർവതിക്ക് ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം? അമ്മയെ നയിക്കാൻ തക്ക ശേഷിയുള്ള വനിതാ താരങ്ങൾ മലയാള സിനിമയിലില്ലേ? അതോ ഇതൊരു കടുത്ത ആത്മസമർപ്പണമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തിരയുന്നത്. കൊച്ചിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മാലാ പാർവതി നിർണായകമായ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. സംഘടനയുടെ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ യുവതലമുറ തന്നെ നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് അവരുടെ ശക്തമായ വാദം. അതിനായി അവർ കണ്ടെത്തിയ പേര് ധ്യാൻ ശ്രീനിവാസന്റേതാണ്. ധ്യാൻ നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും മാലാ പാർവതി പരസ്യമായി പ്രഖ്യാപിച്ചു. സിനിമയിലെ വലിയ തമ്പുരാക്കന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ ഇനി ഭാരവാഹികളായി ഇരിക്കേണ്ടതില്ലെന്നും പകരം അവർ വെറും രക്ഷാധികാരികൾ മാത്രമായി മാറി നിന്ന് ഈ യുവതലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകിയാൽ മതിയെന്നുമാണ് മാലാ പാർവതിയുടെ പുതിയ ഫോർമുല. ഈ വാർത്താ സമ്മേളനത്തിൽ ധ്യാനിനെ പുകഴ്ത്തിയതിനേക്കാൾ കൂടുതൽ മാലാ പാർവതി ആഞ്ഞടിച്ചത് നടി ശ്വേതാ മേനോന് നേരെയായിരുന്നു. സംഘടനയുടെ പല ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് സാമ്പത്തിക കണക്കുകളെക്കുറിച്ചും ചോദിച്ചപ്പോൾ ശ്വേതാ മേനോൻ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറിയെന്നാണ് മാലാ പാർവതിയുടെ പ്രധാന ആരോപണം. ഒരു പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ആ പദവി കൊതിക്കുന്ന ഒരാൾക്ക് യോജിച്ച പെരുമാറ്റമല്ല ശ്വേതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് അവർ തുറന്നടിച്ചു. ശ്വേതയ്ക്ക് അത്രയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് സ്വന്തം കഴിവ് തെളിയിക്കട്ടെ എന്ന് കടുത്ത വെല്ലുവിളിയും മാലാ പാർവതി ഉയർത്തിക്കഴിഞ്ഞു. മാലാ പാർവതിയുടെ ഈ പ്രസ്താവന പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മുൻപ് സംഘടനയിൽ പുരുഷാധിപത്യമാണെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ അമ്മയുടെ അമരത്ത് വരണമെന്നും ഏറ്റവും കൂടുതൽ വാദിച്ച വ്യക്തിയാണ് മാലാ പാർവതി. WCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാടുകളോട് ചേർന്ന് നിന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വനിതാ താരത്തിന്റെ പേര് പോലും നിർദ്ദേശിക്കാതെ ധ്യാൻ ശ്രീനിവാസന്റെ പുറകെ പോകുന്നത്? ഒരു വനിതയ്ക്ക് പകരം മറ്റൊരു വനിതയെ പിന്തുണയ്ക്കാൻ മാലാ പാർവതിക്ക് എന്താണ് തടസ്സമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഈ ഒരു നീക്കം മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മകൾക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മയെപ്പോലൊരു വലിയ സംഘടനയെ നയിക്കാൻ തക്ക ഭരണപാഠവുമുള്ള അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായ വനിതകൾ മലയാള സിനിമയിൽ ഇല്ല എന്നതിന്റെ ഒരു തുറന്നു സമ്മതിക്കലാണോ മാലാ പാർവതിയിലൂടെ പുറത്തു വരുന്നത്? മഞ്ജു വാര്യർ, പാർവതി തിരുവോത്ത്, ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി പ്രമുഖ നടികൾ ഉണ്ടായിട്ടും ഒരു പ്രശ്ന പരിഹാരത്തിനായി ഒടുവിലൊരു പുരുഷന്റെ, അതും ഒരു യുവനടനായ ധ്യാൻ ശ്രീനിവാസന്റെ തണൽ തേടേണ്ടി വരുന്നത് സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ലെന്നാണ് പൊതുവികാരം. എന്തായാലും അമ്മ സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന ഗ്രൂപ്പ് കളികളും ഈഗോയും ഇപ്പോൾ ചർച്ചകളിൽ നിന്ന് ചർച്ചകളിലേക്ക് വഴിമാറുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? മാലാ പാർവതിയുടെ വെല്ലുവിളി സ്വീകരിച്ച് ശ്വേതാ മേനോൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടത്തിന് ഇറങ്ങുമോ? അതോ മുതിർന്ന താരങ്ങൾ വീണ്ടും ഇടപെട്ട് കാര്യങ്ങൾ പഴയപടിയാകുമോ? മലയാള സിനിമയിലെ ഈ വമ്പൻ അധികാരമാറ്റത്തിന്റെ കഥകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാത്തിരുന്നു കാണാം പുതിയ അമ്മയുടെ ഭാവം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.